ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് റാഗി സേമിയ ഉപ്മാവാണ്. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യാണ്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉപ്മാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോയ്ക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഉപ്മാവ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് റാഗി സേമിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 3 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഈ സേമിയ ഒന്ന് നമുക്ക് കുതിർത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ സേമിയ ഒന്ന് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ചാമരി ഉപ്മാവും പച്ചരി ഉപ്മാവും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനി ഇതിലേക്ക് റാഗി സേമിയയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഈ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ആ വെള്ളത്തിൽ ഉപ്പൊന്ന് അലിയിച്ചെടുക്കാം. ഇപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ആ ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ട് അലിയിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റാഗി സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നന്നായിട്ട് ഇതൊന്ന് മുങ്ങിക്കിടക്കണം. അതിനാവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. കുതിർന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടി നമുക്ക് ഇത് പൊങ്ങി വരും. ഇതൊരു സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും വെള്ളമാക്കി കൊടുക്കാം. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടുക. കണ്ടില്ലേ, ഇത്രയും വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് കുതിർത്തി വെക്കണം ഈ വെള്ളത്തിൽ. ഒരുപാട് സമയം ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്തി വെക്കരുത്. 2 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. കൂടുതലായിപ്പോയാൽ പിന്നെ നമുക്ക് ഉപ്മാവ് നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് കിട്ടില്ല. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ റാഗിയൊക്കെ നന്നായിട്ട് കുതിർന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളയണം. ഇപ്പോൾ ആ വെള്ളമൊക്കെ ഞാൻ ഇവിടെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിത് ആവി കയറ്റിയിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് ആവി കയറ്റണത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുതിർത്ത് വെച്ച സേമിയ ഇഡ്ഡലി തട്ടിലേക്ക് അതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ റാഗി സേമിയ മുഴുവനായിട്ട് ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് 6-7 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ട് സേമിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇനി ഇത് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് ചൂടായി ആ കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടിയിട്ട് വരണം. അപ്പോൾ അത് കടുകൊക്കെ പൊട്ടി ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പൊക്കെ ഒരു കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് വട്ടത്തിൽ അരിഞ്ഞിട്ട്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ.
പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ സവോളയൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുന്നതിന് മുമ്പ് ചെറിയൊരു ടിപ്പ് തരാം. അതായത് നമ്മൾ ഉള്ളി വഴറ്റണ സമയത്ത് കുറച്ച് ഉപ്പ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഇടുന്ന സമയത്ത് ഒന്നിങ്ങനെ ഉലർത്തി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. റാഗി സേമിയ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഉള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ ഒന്ന് ഈ സേമിയയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സേമിയ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 1 മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. തേങ്ങ ഇടുമ്പോൾ പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. തേങ്ങ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റാഗി സേമിയ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. കഴിക്കാനും ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റാഗി സേമിയ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്